എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി ബഹുമാനപ്പെട്ട എനിക്ക് തന്നെ ഞാൻ സ്വാഗതം പറയുകയാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതിക്കും ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, ഏരിയ സെക്രട്ടറി ബീരാൻകുട്ടി, ലോക്കൽ സെക്രട്ടറി വേലായുധൻകുട്ടി, CPI നേതാവ് അബ്ദുറഹ്മാൻകുട്ടി, മഹിളാ നേതാവ് കല്യാണിക്കുട്ടി. നേതാവേ, ഇത് കംപ്ലീറ്റ് കുട്ടികളാണല്ലോ, മുതിർന്നവരൊന്നുമില്ലേ? നോട്ടീസിൽ ഇങ്ങനെയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ? ഒരു കാര്യം ചെയ്യും, തൽക്കാലം എന്റെ പേരന്റ് ഉൾപ്പെടുത്തി പറഞ്ഞാൽ. നിന്റെ പേരോ? നിന്റെ പേരെന്താ? പോക്കരുട്ടി. അതൊരു കുട്ടിയല്ലേ? അതും കുട്ടീനാണല്ലേ. ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഈ കുട്ടികളെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടോട്ടെ. പ്രിയമുള്ളവരെ, അതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. ഈ വൈകിയ വേളയിൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നിർത്തുകയാണ്. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, ലാൻസരാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അതെ, ഹിന്ദി വേണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മതി. സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ കഴിഞ്ഞ ഭരണത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒരുപാട് സഖാക്കളെ പുറം വാതിലിലൂടെ തിരികെ കയറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ സർക്കാരിന് അധികാരത്തിലെത്തുകയാണെങ്കിൽ കൂടുതൽ സഖാക്കളെ പുറം വാതിലിലൂടെ തിരികെ കയറ്റാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സർക്കാരിന് അധികാരത്തിലേറ്റുന്നതിന് വേണ്ടി പരമാവധി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താ പ്രശ്നം? അതെ, ഞാനൊരു പോയിരുന്നു. തൽക്കാല ആശുപത്രിയോ? സർക്കാർ ആശുപത്രി. എനിക്കൊരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞാനാണ് പോയത്. മോദം കെട്ടിയാണ് ഓപ്പറേഷൻ നടത്തിയത്. മോദം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് പന്നി ഡോക്ടർ എന്റെ ചെവിക്ക് മതിലിന്റെ മൂക്കാണ് ചെയ്തതെന്ന്. പിന്നെ മൂക്കും പോയി, ഔട്ടും പോയി. അപ്പൊ അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും നിങ്ങൾ ആരോഗ്യം വെക്കാൻ ചെയ്യുന്ന ഒറ്റ ഉപകാരമായിരിക്കും. സഖാവ് വിഷമിക്കേണ്ട, ഒരു പ്ലാസ്റ്റിക് സർജറിയിലൂടെ സഖാവിന്റെ മൂക്കിന്റെ ഷേപ്പ് നമുക്ക് ശരിയാക്കി എടുക്കാം. അതെ, പ്ലാസ്റ്റിക് സർജറി അല്ല, നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന ഞങ്ങൾ ഏരിയ ചെയ്ത് തുടങ്ങി. പോലെ മോട്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്റെ മൂക്ക് മാറ്റി കിട്ടണം, അങ്ങനെ ഉള്ളൂ. സഖാവ് ഒരു കാര്യം ചെയ്യുക, ബ്രാഞ്ച് സെക്രട്ടറി എഴുത്തുമായി ലോക്കൽ സെക്രട്ടറി ചെന്ന് കാണുക, ലോക്കൽ സെക്രട്ടറി എഴുത്തുമായി ഏരിയ സെക്രട്ടറി ചെന്ന് കാണുക, പോവുക. ഏരിയ സെക്രട്ടറി എഴുത്തുമായി ജില്ലാ സെക്രട്ടറി ചെന്ന് കാണുക, പിന്നെയും പോവുക. ജില്ലാ സെക്രട്ടറി എഴുത്തുമായി സംസ്ഥാന സെക്രട്ടറി ചെന്ന് കാണുക. നമുക്ക് കാര്യങ്ങൾ ശരിയാക്കി എടുക്കാം. അതെ, ഈ മോനത്തിനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ മാനവീട്ടിലൊക്കെ ഞാൻ പോണ്ടി വരും. തൽക്കാലം ഞാൻ ഈ മൂക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. സഖാക്കളെ, ഒരു പാർട്ടിയും പ്രവർത്തകനായി ഞാൻ എന്റെ ചെവിക്ക് ഒരു ഓപ്പറേഷന് വേണ്ടി പോയപ്പോ എന്റെ മൂക്ക് ചെയ്ത് അതെക്കാണ് ഞാൻ മൂത്രക്കണ്ണിന്റെ ഓപ്പറേഷനാണ് പോയിക്കിടുന്നുണ്ടെങ്കിൽ എന്റെ നെയ്ത്തന്നെ ഒരു കട്ടാക്കി ഉണ്ടാവൂലേ. ഞാൻ കഴിച്ചിലായതാണ്. എങ്ങനെ മാറി ചെയ്യാൻ പറ്റുക? കംപ്ലൈന്റ് മേജമാരിങ്ങനെ തിരിഞ്ഞി കേട്ടല്ലേ. ഈ കോണത്തിനാണ് നമ്മൾ പോണെന്നുണ്ടെങ്കിൽ അടുത്ത 5 കൊല്ലം മരണം നമ്മൾ കളി കാണൂല. പണക്കം വെച്ച് വെച്ചോളി. നീ മുന്നേറ്റ ജാഥ തേങ്ങ ഓണ